എന്റെ കുട്ടിയെ, നീ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അടച്ചു പൂട്ടിക്കിടന്നാൽ എങ്ങനെയാ? ആകെ വല്ലാണ്ടായിരിക്കണു നീ. ഞാൻ പറയുന്നതൊന്ന് കേക്കണ്ട കുട്ടിയെ. ഈ മുടിയൊക്കെ വെട്ടി കുളിച്ചു വാ നീയേ. കൃഷ്ണന്റെ അമ്പലം വരെ പോണം നമുക്ക്. ഒരുപാട് വഴിപാടുകൾ നേർന്നിട്ടുണ്ട് മുത്തേ നിന്റെ പേരില്ലമ്മ. ഞാൻ എങ്ങോട്ടുമില്ല. ആളുകളുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. എല്ലാവരുടെയും മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമായി പോയില്ലേ എന്നൊരു തോന്നല്. കാലദോഷം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. ശ്രീരാമചന്ദ്രൻ കിടന്നില്ലേ കാട്ടില്, അതും 14 വർഷം. അതച്ഛൻ്റെ ആജ്ഞ നിറവേറ്റാൻ, അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ. ഞാനോ ചതിക്കല്ലായിരുന്നോ ഞാൻ എല്ലാവരെയും? ഭരതാ, കിടന്നോളൂ കിടന്നോളൂ. കാറിൽ മണ്ണ് വരെ ഒന്ന് പോവാ ഗോവിന്ദ മാമ. ഒരു കല്യാണാലോചന ശരിയാക്കിയിട്ടുണ്ട് ഇവക്ക് ഞാൻ. ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് കുടുങ്ങി കിടക്കുകയല്ലേ കുട്ടി ഇവിടെ. എന്റെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണം ഭരത, ഒക്കെ നേരെ ആയിക്കോളും. നിനക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ടാവില്ല, പ്രഭാകരന്റെ ഭാര്യയാ. കുറച്ച് ദിവസമായി സുഖമില്ലാഞ്ഞിട്ട് വീട്ടിൽ പോയിരിക്കായിരുന്നു. മോളെ, ദാ ഏട്ടൻ, ഇവിടുത്തെ ഇനിയത്തെ കാരണോര്. ചത്തുപോയ ഒരാളെ ജീവനോട് ആദ്യമായിട്ട് കാണുക ശാരസ്യാര് അല്ലേ? ശാരസ്യാരല്ലാട്ടോ, നല്ല അതല്ല നായരോട്ടിയാ. പട്ടാമ്പിന്ന് കട്ടോണ്ട് വരായിരുന്നു പ്രഭാരേട്ടൻ. 4-5 കൊല്ലായിട്ട് ലോഹ്യത്തിലായിരുന്നു അത്ര ഇവര് തമ്മില്. പുന്നാരം പറഞ്ഞു നിന്നാലേ എനിക്ക് നേരം പോവും. ഞാൻ പോയിട്ട് വരാം. ഇത് നീ ഋഷികേശിന്ന് കൊണ്ടുവന്ന പറ്റിയാലേ? നിറയെ പൊന്നും പണം ആവൂതല്ലേ. അവിടെ പാമയുടെ കല്യാണം കേമായിട്ട് നടത്തണം നമുക്ക്. ഹിമാലയത്തിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ജടയും മുടിയും പോയപ്പോൾ തന്നെ നിനക്കൊരു ഐശ്വര്യം വന്നു. ആട്ടെ, എന്താ നിന്റെ ഭാവി പരിപാടികൾ? ഒന്ന് ശ്രമിച്ചാൽ ആ പഴയ ഉദ്യോഗം തിരിച്ചു കിട്ടില്ല നിനക്ക്. ഒരു ജന്മത്തിൽ തന്നെ എത്ര ജന്മം ജീവിച്ച് തീർത്തു ഗോവിന്ദമാമേ ഞാൻ. മാഷായി, എഴുത്തുകാരനായി, സന്യാസിയായി, ഒടുക്കം വടക്കേ ഇന്ത്യയിൽ എവിടെയോ കിടന്ന് സമാധിയുമായി. ഇനി ഒന്നിനും വയ്യ. ശിഷ്ടകാലം നിങ്ങളുടെയൊക്കെ കാൽച്ചോട്ടിൽ നാരായണനാമവും ജപിച്ച് ഒരു ഉറുമ്പിനെ പോലെ അങ്ങോട്ട് കഴിയുക, അത്ര തന്നെ. അടുത്ത ആഴ്ച അവര് വരും ഭാമയെ കാണാൻ. കൂടെ നിനക്കും എവിടുന്നെങ്കിലും ഒരു ബന്ധം ആലോചിച്ചാലോ മോനെ? ഗോവിന്ദാമ അനുസരിച്ച് അത് നടക്കും. ഞാനെന്താ ജോത്സ്യനോ കല്യാണ ബ്രോക്കറോ? പട്ടാമ്പിയില് മണക്കുളങ്ങര ശാരത്തൊരു കുട്ടിയുണ്ട്. പഠിപ്പും വിവരവും കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്കൊന്ന് ആലോചിച്ചാലോ അമ്മേ? ഒന്ന് നിർത്തണുണ്ടോ ലക്ഷ്മി? പെണ്ണ് കാണലും പേരെടുക്കലും ഒന്നും വേണ്ട എനിക്ക്. തൽക്കാലം ഭാമയുടെ കല്യാണം നടക്കട്ടെ, മറ്റൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം.